ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് ജാവ എഡിഷനിലാണ്. നിങ്ങൾ സ്കിന്ന് കണ്ടൊന്നും വിചാരിക്കരുത്. സെൻപൈ സ്പൈഡർ എന്നൊരു പ്ലെയറിൻ്റെ സ്കിന്നാണ്. എനിക്ക് വേറെ സ്കിന്നൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സ്കിൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതന്നെ പഴയ വേൾഡാണ് ഗൈസ്. പഴയ വേൾഡല്ല, ഏകദേശം കുറേ ആയി വേൾഡ്. ഞാനിതുവരെ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. നമ്മളിന്ന് ജാവ എഡിഷനിലാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഞാനിതുവരെ ഈ വേൾഡിൽ ചേർത്തിട്ടില്ല. ഇതിൽ ഹാർഡ് കോർ ആക്കാൻ ഞാൻ സർവൈവലാണ് തുടങ്ങിയത്. ഇനി ഹാർഡ് കോർ ആക്കാൻ വയ്യ. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ എൻ്റെ നിന്ന് വന്നപ്പോൾ ഹോം ബെഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം എങ്ങോട്ട് പോവാം? സ്പോണിലാണ് ഇപ്പോൾ ഞാൻ. നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് ഗൈസ്, അപ്പോൾ നമ്മളിനി എന്ത് കാട്ടാൻ പോകണമെന്ന് വെച്ചാൽ പറന്ന് പോകാം ഗൈസ്. അത് ഡയറക്ഷൻ കണ്ട ഗൈസ്, ഇത് ചെറിയൊരു ഐലൻഡ് അല്ല, അത്യാവശ്യം വലിയ ഐലൻഡ് ആണ്. കുറേ സ്പേസ് ഉണ്ട് ഗൈസ്. ഇതാണ് എൻ്റെ എന്തൊരു ഫാം, ക്രീപ്പർ ഫാമാണ് ഗൈസ്. ഇത് മൈ വീട് ഗൈസ്. ഐ എം പ്രോ ഗൈസ്, ദാറ്റ്സ് വൈ ഐ കിൽ മൈ അയൺ ഗോളം. എനിക്കിവിടെ തന്നെ അയൺ ഗോളത്തിൻ്റെ ഫാം ഉണ്ട് ഗൈസ്. കാരണം ഇവിടെ കുറേ വില്ലേജ് ഞാൻ ബ്രീഡ് ചെയ്ത് കൂട്ടി കുറേ ബെഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയൺകോളം ഈ വില്ലേജ് തന്നെ 10-15 കൂടും. അങ്ങോട്ട് കുഴപ്പമില്ല, നമുക്ക് അയൺ തൽക്കാലം വെച്ചില്ല. റോക്കറ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഭക്ഷണമുണ്ട്, അതും സീനല്ല. ബെഡ് എന്താ ഇവിടെ? എൻ്റെ കയ്യിൽ എവിടെ നിന്നോ ഗൈസ് ബെഡൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകേണ്ടത് വെച്ചാൽ, നമുക്ക് ഈ വേൾഡിൻ്റെ ടൂർ തരാം ഗൈസ്. നിൽക്കേ, ഞാൻ ആദ്യം ക്രീപ്പർ ഫാം ഗൈസ്, ക്രീപ്പർ ഫാം വർക്ക് ആവുന്നുണ്ടോ നോക്കട്ടെ. ഭയങ്കര ഇരുട്ടാണ്, ഒന്നും കാണുന്നില്ല. കണ്ടോ ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്രീപ്പർ വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്രീപ്പർ വരുന്നുള്ളൂ ഗൈസ്. എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ളൂ. അത് ഞാൻ അത്ര സ്ലോ ആയി ഉണ്ടാവും. അടിയിൽ ചെറിയൊരു സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്, അത്ര വന്നിട്ടുമില്ല. എന്തോടെ അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഗൈസ്. കണ്ടോ, ഇതാണ് എൻ്റെ എൻട്രി. ബിക്കോസ് ഐ എം പ്രോ ഗൈസ്, വെരി ഇൻ്റർനാഷണൽ. കണ്ടോ, ചെസ്റ്റൊക്കെ വെറും ചവറുകൾ മാത്രമേ ഉള്ളൂ ഗൈസ്, വെറും ചവറ്. ഓരോ സ്റ്റോറേജ് സൗണ്ട്. വെപ്പൺസിനായിട്ട് വേറൊന്ന് കണ്ടോ, ആർമറിനായിട്ട് വേറൊന്ന്. വെപ്പൺസിൻ്റെ എവിടെയാണ് ഗൈസ്? പിന്നെ കണ്ടോ, അത് ഇതാണ് എന്ത് മെൻഡിങ്ങിൻ്റെ വില്ലേജർ ഉണ്ടായിരുന്നു. അത് കണ്ടോ, മെൻഡിങ് വില്ലേജർ. ഇത് വെറുതെ ഞാൻ എന്തൊക്കെ കാട്ടി ഇതാക്കിയത് തരാ. ഇത് ലൂമിൻ്റെ ആണെന്ന് തോന്നി, ഞാൻ ലൂം വെച്ചപ്പോൾ. പിന്നെ ഇത് മറ്റവൻ ആര്, ടൂൾ സ്മിത്ത്. ആണോ, സ്റ്റോൺസ് തരുന്നൊരു വില്ലേജർ ഉണ്ട് ഇവിടെ. അൺബ്രേക്കിംഗ് ഇത് തരുന്നൊരു വില്ലേജർ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ റീസ്പോൺ പോയിന്റ് ഗൈസ്. അപ്പോൾ വില്ലേജറൊന്നും പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലാബ് വെച്ചിരിക്കുന്നത്. ഇത് എൻ്റെ വാല്യൂബിൾ ആയിട്ടുള്ള കുറച്ച് ഷൾക്കർ ബോക്സാണ് ഗൈസ്. അത് നോക്കണ്ട, അത് അത്രയും ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഗൈസ്. നമുക്കിന്ന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ടൂർ ചെയ്തിട്ടില്ല, ടൂർ ചെയ്യാൻ പോവാണ് ഗൈസ്. ഒരു ഷൾക്കറും കൂടെ ആണല്ലോ. ഷൾക്കർ ബോക്സ് ഇല്ല ഗൈസ്. ഷൾക്കർ ബോക്സിന് നല്ല കുറവുണ്ട്, കാരണം ഞാൻ എൻ്റെ പോരില്ല. ഞാൻ എൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ജാവയെ തുടങ്ങണമെന്ന് തോന്നിയത്. അതുകൊണ്ട് നമുക്കിപ്പോൾ എങ്ങോട്ടാണ് പോകണ്ടേ? നമ്മുടെ വില്ലേജറിൻ്റെ തര ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ പോർട്ടിൽ. ഞാൻ ഈ പോർട്ടിൽ നിന്നാണ് ഫസ്റ്റ് വന്നത്, ഫസ്റ്റിനെ ഉണ്ടാക്കിയത്. ഇവിടെ ഒരു ക്രീപ്പർ ഫാം ഉണ്ട്. ഇവിടെ അത് ഞാൻ എന്തൊക്കെയോ കാട്ടിച്ചിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ വലിയൊരു റെവീൻ ഉണ്ട്, പക്ഷേ ഈ റെവീനിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ അവിടെ ഇത് ഞാൻ എന്തോ കാട്ടിച്ചെന്തോ പാലുണ്ടാക്കിയാണ്. ഇവിടെ പോയാൽ ഇതെന്താ, റൂയിനും ഷിപ്രാക്കൊക്കെ ഉണ്ട്. ഷിപ്രാക്കിൻ്റെ ട്രഷർ ഞാൻ കണ്ടിട്ടാണ്. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ പോയാൽ ഇവിടെ കുറേ പോയാൽ മോണിമെൻ്റ് ഉണ്ട് കൈ. മോണിമെൻറ്റിന് ഗാർഡിയൻ ഫാം ഉണ്ടാക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കാനൊന്നും അറിയില്ല, അങ്ങോട്ട് കുഴപ്പമില്ല. നമുക്ക് മറ്റേതൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഗാർഡിയനൊക്കെ ഒന്നൊരു സാധനം കിട്ടുമല്ലേ, ഐശ്വര്യനെ പറയാം, ഒരു സാധനം കിട്ടുമല്ലോ, ട്രിമ്മാ. നമുക്ക് എടുക്കാം, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോൺ കേട്ടോ. ഞാനിതുവരെ ഈ വില്ലേജ് കണ്ടിട്ടില്ല ഈ സ്പോണിൽ വന്നിട്ട്, അതാണ് എനിക്കറിയാത്തത്.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഷുഗർ കെയിൻ ഫാമൊക്കെ ഉണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ എല്ലാപ്പത്തെയും ട്രിക്ക്. കണ്ടോ, പറന്നു പോയിട്ട് ഇലക്ട്രിയും കൂടെ പറന്നു പോയിട്ട് ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടിട്ട് വാട്ടർ ബക്കറ്റ് മേടിച്ച് ഞാൻ എപ്പോഴും ഈസിയായി ചെയ്യണത് അങ്ങനെയാണ്, അല്ലാണ്ട് ഇലക്ട്രി ഇട്ട് താഴ്ക്കുവാൻ. ഇനി ഞാൻ എൻ്റെ നെതർ പരിചയപ്പെടുത്തി തരാം. ഭയങ്കര ഇഷ്ടമാണല്ല. ഇവിടെ പോയ ഫോർട്രസ്ക്ക് പോകാനുള്ള വഴിയാണ് ഗൈസ്. ഇതിൽ കൂടെ ഗാസ്റ്റ് ബെസ്റ്റ്. എനിക്ക് വയ്യ ചാവാൻ. ഇങ്ങോട്ട് പോയാൽ ഇവിടെ ഒരു വഴി ഉണ്ടാവും. ഈ വഴി കൂടെ പോയാൽ കണ്ടോ ഗൈസ്, ഫോർട്രസ് അല്ല എൻഡ്. എൻഡ്. ഈ പോർട്ടലിൽ കൂടെ പോയാൽ നമ്മൾ എൻഡിക്ക് എത്തും. അങ്ങനെയല്ല, എൻഡ് പോർട്ടൽ റൂമിൻ്റെ അങ്ങോട്ട് എത്തും. ഞാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട്, പോർട്ടൽ കണക്ഷൻസ് ഗൈസ്. അപ്പോൾ വെറുതെ വന്നിരിക്കല്ലേ, അപ്പോൾ ടൈം പാസിന് വേണ്ടി പോളാർ ബിയറിനെ വെറുതെ തട്ടിപ്പല്ല, ജസ്റ്റ് ഫോർ ഫൺ ഗൈസ്. ലാഗ് ഉണ്ട് ചെറുതായിട്ട്, എന്താണെന്ന് എനിക്കറിയില്ല. നമുക്കിനി പോർട്ടൽ റൂമിലോട്ട് പോവാം. ഉണ്ടോ പോർട്ടൽ? ആരാ ഐസ് എന്നെ ചെറുതായി വന്നു ഉന്തി. അപ്പം അതിന് പകരം തല്ലിക്കൊല്ലണം. തല്ലിക്കൊന്നില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഗൈസ്. പിന്നെ ഞാൻ ലെഫ്റ്റിയാണ്, എനിക്ക് ലെഫ്റ്റ് ആയിട്ട് കളിക്കാൻ കിട്ടുക, അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് ഹാൻഡാണ് ഗൈസ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് എം ഡി ആയിട്ട് നമ്മൾ എൻട്രി വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് എൻഡിക്ക് പറഞ്ഞു പോകണം. എനിക്ക് ഷെയർ പാക്കൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ എൻഡ് എന്ന് പറഞ്ഞാൽ. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ ഞാൻ പ്ലെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്ത് വല്ല ബിൽഡ് ഉണ്ടാക്കണം, ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പോലെ ബിൽഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പം ഉണ്ടാക്കാൻ സമയമൊന്നുമില്ല. അപ്പോൾ ഞാൻ വെറുതെ വേൾഡിൻ്റെ ടൂർ തരാൻ വന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഐലൻഡ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ റോക്കറ്റ് കയ്യിലെടുത്ത് വെച്ച് മോളിക്കൊന്ന് പോയി പറഞ്ഞത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇനി പറന്നങ്ങോട്ട് പോകണം. ഇതാണ് ഗൈസ് എൻ്റെ ഐലൻഡ്. ചെറിയൊരു ഐലൻഡാണ്, അതിന് മാത്രമൊന്നുമില്ല. ഒരു റെൻഡർ ഡിസ്റ്റൻസ് ഒന്ന് പൊട്ടെ. ഡിസ്റ്റൻസ് എവിടെയായിരുന്നു? 32 ചങ്സ് ആയിട്ടുണ്ട് ഗൈസ്. കാരണം എൻ്റെ PC മൊട്ട ലാഗ് അടിക്കും. നോക്കിക്കോ. കുഴപ്പമില്ല, അത്യാവശ്യം സ്ഥലത്ത് മറ്റേ ലൈറ്റ് പതിച്ച് വെച്ച പോലെ ഉണ്ട് വട്ടത്തിൽ. കുഴപ്പമില്ല ഗൈസ്. അപ്പം നമ്മളിനി വാട്ടർ പാറ്റ് MLG ആണ് ഗൈസ് ചെയ്യാൻ പോണത്, ഒരു രസത്തിന്. പ്രോയായതുകൊണ്ട് അത് നോക്കണ്ട, എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഞാൻ എപ്പോഴും ചെയ്യണ പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി നമുക്ക് പറന്ന് ഇവിടെ കാണിച്ചാൽ, ഇതാണ് NCT. ഇത് NCT ആണ്, നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ ഇനി വീട്ടിൽ പോകണം ഗൈസ്. ഇതാണ് NCT. അല്ല സോറി, ഇത് ഗാലക്സിയാണ്. ഇത് NCT. നമ്മൾ ഇവിടെ എത്തും. ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്കിനി ഓവർ വേൾഡിലേക്ക് പോകാം. ഒരു മിനിറ്റ്, ഹാർട്ടില്ല. അതാ ഞാൻ എന്താ കാട്ടണത് ഗൈസ്. ബെഡ് റോക്കിലായപ്പോൾ അല്ല ജാവയിലായപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ, ഓരോരോ പൊടത്തരങ്ങൾ, ഓരോ എന്തൊക്കെയാണ് കാട്ടുന്നത്. എന്താ കാട്ടണെന്താ ഉണ്ടോ ഗൈസ്? ഓരോരോ പ്രാന്തത്തിൻ്റെ ഓരോരോ സമയത്തുണ്ടാവും. ഞാൻ ഇനി എന്താ കാട്ടണം പറഞ്ഞാൽ, നമ്മുടെ മെയിനായിട്ടുള്ള ക്ലച്ച് ഉണ്ടോ ഗൈസ്? ഇതാണ്. ഞാൻ പ്രോയാണ്. പ്രോ അല്ല എന്നോട് ആരും പറയരുത്. ഓക്കെ, ജാവ പ്രോ ആൻഡ് ബെഡ് എന്താ ഇലക്ട്രിക്കൽ ഞാൻ വലിച്ചെറിഞ്ഞപ്പോൾ ഗൈസ്. ഞാൻ ബെഡ് റോക്കിലല്ല, ജാവയിൽ പ്രോയാണ്. ഇതൊക്കെ ഫില്ല് ചെയ്യാണ്ട് എന്താ എനിക്കറിയില്ല. ഓക്കെ, നമുക്കിനി ഒരു വെള്ളിലോട്ട് പോവാം. ഈ കണ്ടോ, ഭയങ്കര രാത്രി ഭയങ്കര ലാഗാണ്. ടോട്ടം സ്കിന്നും എൻ്റെ സ്കിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അത് നിങ്ങൾ നോക്കണ്ട, ഞാൻ ചെറുതായി അങ്ങോട്ട് മാറിയാണ്. ഞാൻ അടുത്ത ജാവത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും മാറ്റിയിരിക്കും ഗൈസ് എൻ്റെ സ്കിന്ന്. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ഔട്ട്റോ ചെയ്യാൻ പോവാണ് ഈ അയൻകുളത്തിലൊക്കെ കൊണ്ടുവന്നിട്ട്. ഓക്കെ, നമ്മുടെ ടാക്ടിക്സ് ഗൈസ്. ആണ് പ്രോ അടുത്തോട്ടം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറ്റാവും. അപ്പോൾ ഈ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ഒന്നും. അപ്പോൾ ബൈ. ആരും പേടിക്കരുത്, ഞാൻ ചത്തിട്ടില്ല. ഐ ആം അലൈവ്. ഓക്കെ, ഐ ആം ദ ബെസ്റ്റ് പ്ലെയർ ഓഫ് ജാവ. അതുകൊണ്ട് ഞാൻ ചത്തിട്ടില്ല. ഓക്കെ, ആരും ഒന്നും വിചാരിക്കരുത്. തോട്ടം പോപ്പായിട്ടുള്ളൂ, ഒന്നും വിചാരിക്കരുത്.